എൻ്റെ പേരിൽ മതന്താ കേസ് എടുത്ത് എന്നെ വേട്ടയാടി. ഇങ്ങനെ ഒളിവിൽ പോയി എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ഊർജിതമായ ഒരു അന്വേഷണത്തെ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരള ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 4-5 സ്ക്വാഡായിട്ട് തിരിഞ്ഞിട്ട് കേരളമെമ്പാടും എന്നെ അരിച്ചു പറഞ്ഞു. ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഔദാര്യമൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതിന് അന്നേരം ഒരു ചാനലുകാർ കുറ്റം സമ്മതിക്കില്ല, എനിക്ക് അതിൻ്റെ ഔദാര്യം വേണ്ട, അങ്ങനെ രണ്ടായിട്ടൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ കഥകളൊക്കെ എഴുതി വാരികയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്നെണ്ണമൊക്കെ. അതങ്ങ് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഒരു നല്ല ലേഖനം ഒരു കഥ എഴുതി കൊടുത്തിട്ട് ഭാഷാഭൂഷണിക്ക് മറ്റു കൊടുത്തത് സാധനങ്ങളാണ്. പക്ഷേ അത് വേറെ ഇല്ല, അത് വേറെ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിന് അയക്കാൻ പറഞ്ഞ് അങ്ങനെ. ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അഥീന. അല്ല, നമ്മൾ ശരീരം അങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മൾ. പിന്നെ ഇപ്പം കൈ വെട്ടി മാറ്റിയതിനേക്കാളൊക്കെ കൂടുതൽ വേദന ഞാൻ അനുഭവിച്ചത് ഈ ഇടത് കൈക്ക് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ എല്ലാം ഉണ്ടല്ലോ കുഴപ്പം, അതൊക്കെ ഇങ്ങനെ ഈ 2 മാസം പ്ലാസ്റ്ററൊക്കെ ഇട്ട് വെച്ചിട്ടേ പിന്നെ അത് അനക്കും ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അന്നേരവും വേദനയുടെ സമയത്ത് ആ വേദന എടുത്തിട്ട് ഞാൻ ബോധം കെട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു പിന്നെ പറഞ്ഞു വേദന സംഹാരി വല്ലതും കഴിച്ചോളാൻ. പക്ഷേ ഞാൻ വേദന സംഹാരി വല്ലതും കഴിച്ചു നോക്കിയിട്ടൊന്നും അതിൽ നിൽക്കുന്നതല്ല ഈ വേദന. അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പം ശരിക്കും വേദന വരുമ്പോൾ ഇങ്ങനെ നമ്മൾ നിലവിളിക്കുകയും ബഹളം വെക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത്ര പ്രശ്നമില്ല. ഞാനങ്ങനെ ബഹളം വെക്കില്ല, വേദനയൊക്കെ എന്നെ കടിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ബോധം കിടുന്ന പോലെ അവർക്ക് തോന്നും. ഇപ്പോൾ 2010 നടന്ന ഈ ഒരു സംഭവം, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ദൈവത്തെ എതിർക്കുന്നതും ഇതേപോലെയുള്ള മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കുഞ്ഞു വാക്കായാൽ പോലും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാനും പല രീതിയിൽ ആൾക്കാരെ ഏറ്റെടുക്കാനും ഒക്കെ തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വികാരം, ബഹുഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന ആ ഒരു വികാരം ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും തയ്യാറെടുക്കുന്നത്, അതായത് അവരതിന് പോലും റെഡിയാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പലതരം കൊലപാതകങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ. 2010 ഇപ്പം എൻ്റെ നേരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പം എൻ്റെ നേരെ ആരൊക്കെയാണ് എനിക്ക് ശിക്ഷ തന്നത്, ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടേ. ഈ മുസ്ലിങ്ങൾ മാത്രമേ തെറ്റിദ്ധരിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം, പോലീസിനറിയാം. പോലീസിനൊക്കെ നമ്മളിത് ബോധ്യപ്പെടുത്തി കൊടുത്താണ്. പിന്നെ കോളേജിൻ്റെ മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുത്താണ് ഇത് ഇങ്ങനെ ഒരു അവർ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തൊരു തെറ്റുമില്ല, നമ്മളങ്ങനെ മനസ്സാവാച കർമ്മണ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിനും മാനേജ്മെൻറ്റിനും നന്നായിട്ട് അറിവുണ്ടായിരുന്നു. പക്ഷെ അവർ ആദ്യം പോലീസ് എന്ത് ചെയ്തു, ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ പേരിൽ മതന്താ കേസ് എടുത്ത് എന്നെ വേട്ടയാടി. ഇങ്ങനെ ഒളിവിൽ പോയി എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ഊർജിതമായ ഒരു അന്വേഷണത്തെ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരള ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 4-5 സ്ക്വാഡായിട്ട് തിരിഞ്ഞിട്ട് കേരളമെമ്പാടും എന്നെ അരിച്ചു പറക്കി. എന്നെ കിട്ടാഞ്ഞിട്ട് എൻ്റെ മകനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ അനധികൃതമായിട്ട് അവിടെ വെച്ച് പീഡിപ്പിച്ചു. പിന്നെ എന്നെ മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തു, എന്നെ ഡിസ്മിസ് ചെയ്തു. എല്ലാം ഈ പറഞ്ഞ കുറ്റത്തിൻ്റെ പേരിലല്ലേ. ആ കുറ്റത്തിൻ്റെ പേരിൽ എനിക്കൊരു ബന്ധമില്ലാത്ത ശരിയത്ത് നിയമമൊക്കെ വെച്ചിട്ട് നമ്മുടെ വലത് കൈ ഇടത് കാലും ഒക്കെ വെട്ടുന്ന അങ്ങനത്തെ ഒരു ശിക്ഷാവിധി. അപ്പം 3 കൂട്ടരാണ് എന്നെ ശിക്ഷിച്ചത്. എന്നിട്ട് പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാലേ അല്ല, ഇപ്പോൾ നടക്കുന്ന ഇപ്പൊ തന്നെ രാംനാരായൺ അവരൊക്കെ ആൾക്കൂട്ട കൊലപാതകം അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മ അങ്ങോട്ടേക്ക് പോകില്ലേ. അതൊക്കെ ഈ മോഷണം ആരോപിച്ച മധു അതൊക്കെ ഇങ്ങനെ ഈ ആളുകൾക്ക് ഒരു ഹിംസാവാസന ഉണ്ട്. പിന്നെ അത് ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, എങ്ങനെയാണ് ഒരാളെ അങ്ങനെ വെറുതെ അടിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി തട്ടി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, നടന്നു പോകുന്ന ഒരാളെ ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു വാഹനം തട്ടി മരിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ഇയാളെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അയാൾ ഇറങ്ങി ഓടുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനക്കൂട്ടം അയാളെ തല്ലിക്കൊല്ലും. അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്താണ് എന്ന് എൻ്റെ ഒരു മനസ്സിന് പിടികിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ തല്ലിക്കൊല്ലാനുള്ളൊരു അവസരം
അത് ആ കൂടെ കൂടിയേക്കുവാണ്. അപ്പം ശരിയായിട്ടുള്ളൊരു വ്യക്തി മനസ്സ് മാറിയിട്ട് ഒരു സമൂഹ മനസ്സ് മനുഷ്യന് എപ്പോഴും പിന്നെ ഇങ്ങനെ വ്യക്തിപരമായിട്ടൊക്കെ അല്പം ഇങ്ങനെ ഹിംസയിൽ നിന്നൊക്കെ മാറിയാലുണ്ടല്ലോ അവൻ്റെ ഒരു സാമൂഹിക ബോധം കിടക്കുന്നത് ഹിംസ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരുത്തിൻ്റെ പേരിൽ നമ്മുടേതല്ല മോഷ്ടിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ മോഷ്ടിച്ചാൽ അവനെ തല്ലിക്കൊല്ലൂ. ഇതിങ്ങനെ വേറെ ആരുടെയും മോഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കൂടി വരുത്താൻ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞു. അത് ഒരാളാണെങ്കിൽ ഈ പറയുന്ന ആള് അങ്ങനെ ചെയ്യല്ല. ഇത് ജനക്കൂട്ടത്തിന്റെ ഒരു മനസ്സെന്ന് പറയുന്നത് അത് വേറെ ഒരു മനസ്സായിട്ട് മാറുകയാണ്. അത് കുറച്ചുകൂടെ പ്രാകൃതമാണ്. മനുഷ്യരെല്ലാം പണ്ട് അങ്ങനെ കുറച്ചുകൂടെ പ്രാകൃതന്മാരാണ്, ഹിംസാവാസനയൊക്കെ ഉള്ളവരായിരുന്നു. അത് വ്യക്തിപരമായിട്ട് ഇങ്ങനെ അല്പം മാറി വന്നിട്ടുണ്ടെങ്കിലും അവനിലുള്ള ചേതന അവിടെ നിൽക്കുന്നുണ്ട്. അതങ്ങനെ അത് അറിയാതെ തന്നെ അവസരം വരുമ്പോ ആൾക്കാരെ ഇങ്ങനെ ആക്രമിക്കാനും ഹിംസിക്കാനും ഒക്കെ ഉള്ളൊരു വാസന അവനിലുണ്ട്. അപ്പം അതിങ്ങനെ നമുക്ക് പിന്നെ പ്രാകൃതമായിട്ട് നമ്മുടെ മാനവ വംശത്തിൽ അല്ലെങ്കിൽ ഈ മനുഷ്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ അത് അങ്ങനെ രൂപപ്പെട്ട് വന്നതായിരിക്കും. നമ്മളതിൽ നിന്നൊക്കെ മോചിതരാവണം. അങ്ങനെ മോചിതരാകുമ്പോഴാണ് നമ്മൾ ആധുനിക മനുഷ്യരാകുന്നത്. അപ്പം ഇങ്ങനെ മനുഷ്യനിങ്ങനെ വളർന്നു വന്ന കൂട്ടത്തിൽ വന്നതാണ് ദൈവമൊക്കെ. ഭൂമിയെ ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് പറയുന്നതാണ്. ഇതൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം, എല്ലാം കാത്തു പരിപാലിക്കാൻ. അപ്പോൾ ഈ ഇടിമിന്നൽ അതുപോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന്. അന്നൊക്കെ ഇതൊക്കെ ദൈവത്തിൻ്റെ വിളയാട്ടങ്ങളാണ്. ദൈവം ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇടിമിന്നലും ഒക്കെ അയക്കുന്നത്. മിന്നലിനെ അയക്കുന്നത് ശിക്ഷിക്കാനാണെന്ന് പറയുന്നത്. മിന്നലിനെ അയച്ച് ശിക്ഷിക്കും അല്ലേ, മഴ ഇടിയൊക്കെ ഇട്ടിട്ട്. ശരിക്കും ഈ മിന്നൽ കൊണ്ടൊക്കെയാണ് ഈ സസ്യങ്ങളെല്ലാം ഇങ്ങനെ ഇപ്പം ജീവിച്ചിരിക്കുന്നത്. അതായത് ഈ നൈട്രജനെ വിഘടിപ്പിക്കാൻ സസ്യങ്ങൾക്ക് മറ്റ് ഇതൊക്കെ എടുക്കാൻ പറ്റും. ഈ നൈട്രജനെ വിഘടിപ്പിക്കാൻ അത് പല കുറച്ചുകൂടെ ദൃഢമാണ്. അതിനെ വിഘടിപ്പിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് അത് പിന്നെ ഇടിമിന്നലാണ് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വിഘടിപ്പിച്ച് മഴയോടൊപ്പം വെള്ളത്തിൽ ഭൂമിയിൽ എത്തിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഭൂമിയുടെ മുഴുവനും അല്ലെങ്കിൽ പ്രപഞ്ച ഈ എല്ലാ ജീവന്റെയും ജീവരാശിയെ മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സസ്യങ്ങളാണ്. അപ്പോൾ ഇടിമിന്നലില്ല എങ്കിൽ ഈ പട്ടിണിയാവും മൊത്തത്തിൽ. അപ്പം അതിനെയൊക്കെ പണ്ട് വിചാരിച്ചിരിക്കുന്ന ദൈവം ശിക്ഷിക്കാനും വേണ്ടിയിട്ട് ഇടിമിന്നലിനെ അയക്കും എന്നൊക്കെ പറഞ്ഞ പഴയ നിയമത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ അറിയുന്ന കാലത്ത് മനുഷ്യരിങ്ങനെ കുറച്ചുകൂടെ ശാസ്ത്രാവബോധം ഉൾക്കൊണ്ട് ആധുനിക മനുഷ്യരായിട്ട് മാറണം. ഇപ്പോൾ ഒരു കാലത്ത് പിന്നെ ഇതൊക്കെ ഈ ദൈവത്തെ കണ്ടുപിടിച്ചതിന് ഒരു യുക്തിയുടെ പേരിലാണ്. യുക്തി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതിനൊക്കെ പിന്നെ കുറച്ച് യുക്തിയൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരാൾ വേണം. അതൊക്കെ അങ്ങനെ യുക്തിപൂർവ്വം പൂർവികർ ചിന്തിച്ചിട്ടാണ് ഈ ദൈവത്തെയൊക്കെ സങ്കല്പിച്ചുണ്ടാക്കുന്നത്. അന്നത്തെ അവരുടെ അറിവ് വെച്ച്. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. ഇപ്പം പിന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര ആളായി? 1500 അല്ലേ, 600 കൊല്ലമായുള്ളൂ. അപ്പം പിന്നെ അതിനു മുമ്പ് ഭൂമി പരന്നതാണ്, ഭൂമിക്ക് ചുറ്റുമാണ് സൂര്യനൊക്കെ കറങ്ങുന്ന വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമ്മുടെ മതങ്ങളൊക്കെ അതിനേക്കാൾ മുമ്പുണ്ടായതല്ലേ. അപ്പം അവരുടെ ഒരു സങ്കല്പം, പ്രപഞ്ച സങ്കല്പം എന്ന് പറയുന്നത് പിന്നെ തെറ്റായിരുന്നു. പക്ഷേ ഇപ്പോഴും ആളുകൾ ഈ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഈ ശാസ്ത്രത്തിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും ശാസ്ത്രത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും മൊബൈൽ ഫോണും എല്ലാവിധ പിന്നെ സാമഗ്രികളും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തും. പക്ഷേ മനസ്സുകൊണ്ട് 3000 കൊല്ലം മുമ്പാണ് ജീവിക്കുന്നത്. റോക്കറ്റൊക്കെ വിടാൻ ശാസ്ത്രജ്ഞന്മാർക്ക് നല്ലപോലെ അറിയാം കൃത്യമായിട്ട്. പക്ഷെ ഒരു ധൈര്യമില്ല. അതവിടെ തിരുപ്പതിയിലൊക്കെ കൊണ്ടുപോയി പൂജിച്ചാലേ അവർക്കൊരു ധൈര്യം വരുള്ളൂ. കാരണം ഇതങ്ങനെ വിട്ടുപോയിട്ടില്ല. ഈ ഭയം, ഈ പറയുന്ന രോഗം ഈ മനോബലമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പിന്നെ തിരുപ്പതിയിലൊക്കെ കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷം അത് പൂജിച്ചില്ലെങ്കിൽ അങ്ങ് എത്തും. പക്ഷെ ഇവർക്ക് എത്തുമില്ലോ എന്നൊരു സംശയമാണ്. അവരിലുള്ള വിശ്വാസമില്ല. അവരുടെ വിശ്വാസം കാർന്നെടുത്തതാണ്. അപ്പം അവിടെയും കൂടെ അത് ചെയ്താലേ ഇവർക്കൊരു തന്നെയിടം വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞു. അതായത് അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ടാണോ അതോ മതാധിപത്യ രാഷ്ട്രമായിട്ടാണോ ഇപ്പോൾ മാഷിന് തോന്നുന്നത്? ഇന്ത്യ മതാധിപത്യ രാഷ്ട്രമാണ്. അത് പിന്നെ അതിൻ്റെ കുറ്റം നമ്മളെ തന്നെ പറഞ്ഞാൽ മതി. ഈ രാജാക്കന്മാർക്ക് ഭരിക്കാനും വേണ്ടിയിട്ടാണ് ഈ മതങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പം ഈ ഹിന്ദുമതത്തെ സംബന്ധിച്ചും ഹിന്ദുമതം പണ്ട് അതൊരു ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മതം എന്നൊക്കെ ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയത്. അതൊക്കെ അതിലുള്ള ഈ പിന്നെ ഗ്രന്ഥങ്ങളൊക്കെ ഇതിഹാസങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ മനുഷ്യരിങ്ങനെ കഥകളുണ്ടാക്കി അതിൽ കൂട്ടിച്ചേർത്ത് തലമുറകളായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്ന കഥകളാണ്.
അതാണ് മിത്തുകൾ. അതേസമയം ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. അതായത് ഭരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഭരണത്തിന് കീഴിൽ പല വിശ്വാസങ്ങളിലുള്ള പല ഗോത്രങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എഴുതി ഉണ്ടാക്കിയ സാധനമാണിത്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് ഈ ഭരിക്കാനും വേണ്ടിയിട്ട്, അതായത് പല വിശ്വാസങ്ങളിലുള്ള ഗോത്രങ്ങളെല്ലാം ഒരു വിശ്വാസത്തിന് കീഴിൽ കൊണ്ടുവന്ന്, വിശ്വാസമാണ് ആൾക്കാരെ ഒരുമിപ്പിക്കാൻ പണ്ടുണ്ടായിരുന്ന ഒരു എളുപ്പവഴി. ഇപ്പോഴും അത് തന്നെയാണ്, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ രാജാക്കന്മാരെ ഒരു ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജഭരണത്തിന് കീഴിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മതങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം അന്ന് രാജാവും മറ്റുള്ളവർ ഭരിക്കപ്പെടുന്നവർ പ്രജകളാണല്ലോ, രാജാവും പ്രജയാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയല്ല, എല്ലാവരും പൗരന്മാരാണ്. പൗരന്മാരാണ്. പൗരന്മാരിൽ നിന്ന് ഒരാളെ പൗരന്മാർ തിരഞ്ഞെടുത്ത് ഭരണകർത്താവാക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പൗരന്മാരായിട്ടില്ല, ഇപ്പോഴും പ്രജകളായിട്ട് തുടരുകയാണ്. നമ്മളിപ്പോഴും അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലൊക്കെ പെട്ട് അടിമകളായിട്ട് തുടരുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളെ സൃഷ്ടിക്കുന്ന, മതം എന്ന് പറഞ്ഞാൽ അടിമകളെ സൃഷ്ടിക്കുകയാണ്. മതത്തിന് അനുയായികൾ മുഴുവനും അടിമകളാണ്. അവരെ കൊണ്ട് ചിലർ ഭരണം കൈയാളുന്നു, അതുപോലെയുള്ള സമ്പത്തും സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അടിമകളായിട്ട് നിലനിർത്തുകയാണ് ഈ വിശ്വാസികളെ. നമ്മുടെ ഭാരതത്തിൽ കുറേ കാലം കൂടെയൊക്കെ പിടിക്കും അത് ശരിക്കും ഒരു ജനാധിപത്യം വരണമെങ്കിൽ നമ്മൾ പൗരന്മാരാവണം, ആധുനിക പൗരന്മാരാവണം. അടിമ എന്നുള്ള അവസ്ഥയിൽ നിന്ന് പ്രജ എന്ന അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് കൽപ്പ് വേണം. കേരളത്തിലെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് പേര് അങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട്. ഇപ്പം പുതിയ തലമുറയിലൊക്കെ പെട്ട ആളുകൾ മാറി വരുന്നുണ്ട്. എന്നാലും ബഹുഭൂരിപക്ഷം കൂടുതൽ വിശ്വാസ ജഡിലമായിട്ടുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്. തീർച്ചയായിട്ടും ഏത് സമുദായത്തിലാണെങ്കിലും ശരി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു ധ്യാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നവീകരണമാണ്. അത് നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് നല്ല മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെ അത്ഭുതങ്ങളൊന്നുമില്ല. മനുഷ്യനെ ഇങ്ങനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധ്യാന ഗുരുക്കന്മാർ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത്ഭുതങ്ങൾ കാണിച്ച് എന്തെല്ലാം കോപ്രായങ്ങളാണ് കത്തോലിക്ക സഭയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ, ഞാനൊക്കെ മകരാജ് കോളേജിൽ പഠിക്കുമ്പോൾ 40 വർഷം മുമ്പ്, 45 വർഷം മുമ്പ് പഠിക്കുന്ന കാലത്ത് അവിടെ അന്നും ഇസ്ലാമിക് ഹിസ്റ്ററി വിഷയമുണ്ട്, അറബിക് വിഷയമുണ്ട്. അതിലൊക്കെ BA MA ഒക്കെ പഠിക്കുന്നത് മുസ്ലിം കുട്ടികളാണ് കൂടുതലും. അവർ വളരെ അപൂർവമായിട്ടൊരു തട്ടം ഇട്ട് അത് കഴുത്തിലൊക്കെ ചുറ്റി നടക്കുമെന്നല്ലാതെ ആരും ഇങ്ങനെ വെറുതായിട്ട് മുഖം മറച്ചൊന്നും നടക്കുന്നില്ല. പിന്നീട് ഞാൻ അധ്യാപകനായിരിക്കെ അവിടെ പേപ്പർ വാലുവേഷനൊക്കെ ചെല്ലുമ്പം ഈ മുഖം മറച്ച് നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് വളരെ വല്ലായ്മ തോന്നുന്നുണ്ട്. ഇപ്പോഴും ഈ ടൗണിലൂടെ എന്തൊരു കുട്ടികളാണ് അങ്ങനെ മുഖം മറച്ച് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പുറകോട്ട് മാറി എന്നുള്ളതിൻ്റെയാണ്. അപ്പം ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ശരിക്കും. പക്ഷേ അവരും മറ്റു ക്രിസ്ത്യാനികളെ പോലെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പോലെ തങ്ങളുടേതൊരു മതമാണെന്നുള്ള രീതിയിൽ അവരും കൂടുതൽ സങ്കുചിതത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അവരും കൂടുതൽ മുറുകെ പിടിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു, പണ്ടില്ലാതിരുന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ കുറച്ചുകൂടി വരുന്നുണ്ട്. പക്ഷെ അത് ആളുകളെ എങ്ങനെ വരിഞ്ഞു മുറുക്കുകയും ആളുകൾ അതിൽ നിന്നൊക്കെ അധികം താമസിയാതെ വിട്ടുപോരുകയും ചെയ്യും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ഏതായാലും ധാരാളം ആളുകൾ, യുവജനങ്ങളൊക്കെ ഈ പറയുന്ന മതം ഉപേക്ഷിച്ച് അതിന് എൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിട്ടുപോരുന്നത് വളരെ സന്തോഷകരമാണ്. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യുക്തിവാദികളുടെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സൈനികരുടെയോ യോഗത്തിലൊക്കെ വളരെ കുറച്ച് പേരെ ഉണ്ടാവുമായിരുന്നുള്ളൂ. അത് ഓരോ വർഷം തോറും ഇരട്ടിയായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ഒരു കണക്കിന് വിശ്വാസത്തിലോട്ട് പോകുന്ന ആൾക്കാർ, ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ വിശ്വാസികളായിട്ട് പോകുന്നത്. അത് ഈ കുട്ടികളെയാണെങ്കിലും പണ്ടത്തെക്കാൾ കൂടുതൽ ഈ മതപഠനമൊക്കെ നടത്തി ചെറുപ്പത്തിലെ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത്, 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെയാണ് വേദപാഠ പഠനത്തിനൊക്കെ പോകുന്നത്. പക്ഷെ ഇപ്പോൾ LKG UKG മുതൽ അങ്ങനെ തുടങ്ങുകയാണ്. ഇപ്പം ഞാനൊക്കെ ഒരു 4-ാം ക്ലാസ് വരെ പോയുള്ളൂ. അത് കഴിഞ്ഞ് വേദപാഠം ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുന്നല്ലാതെ വേദപാഠമൊക്കെ ഉപേക്ഷിച്ചു. വലിയ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു, കമ്പൽസറി അല്ലായിരുന്നു അന്ന്. പക്ഷെ ഇപ്പം ഇപ്പം
പിന്നെ SLC 10ാം ക്ലാസ് വരെ അത് വേണം. അത് കഴിഞ്ഞ് +2 പോകുന്നുണ്ടെങ്കിൽ ആ സമയത്തും പഠിക്കണം. ഡിഗ്രി കൊണ്ടുപോയില്ലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് സമയത്തും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ സഭയൊക്കെ ആണെങ്കിൽ, കത്തോലിക്ക സഭയൊക്കെ ആണെങ്കിൽ കുട്ടികളെ ചിന്തിക്കാനൊന്നും വിടാതെ 1-2 ദിവസം അവധി ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ, അവരുടെ കുടക്കീഴിൽ നിർത്തി ഏതാണ്ട് ധ്യാനവും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. സ്വതന്ത്രമായിട്ട് വിടുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എൻ്റെ പള്ളിയിൽ ലൈബ്രറി ഉണ്ടായിരുന്നു. ഞാൻ വായന തുടങ്ങിയത് എൻ്റെ ഇടവകപ്പള്ളിയിലെ ലൈബ്രറിയിൽ നിന്നാണ്. പിന്നെ ഞാൻ 6-7 ക്ലാസ്സിലൊക്കെ ആയപ്പം ആ ലൈബ്രറി വരെ അടച്ചുപൂട്ടി, പുസ്തകം കൂടി കളഞ്ഞു. വായന എന്ന് പറയുന്നത് വിശ്വാസത്തിന് ഹാനികരം എന്നവർ തിരിച്ചറിഞ്ഞിട്ടാണ്. ഒരു ദിവസം തേങ്ങയൊക്കെ ചുമക്കുന്ന വലിയ കൊട്ടകളുണ്ട്. അതിൽ ഈ പുസ്തകങ്ങളെല്ലാം ഈ ലൈബ്രറിയുടെ പുറത്തിങ്ങനെ എവിടെയോ കൊണ്ടുപോയി നശിപ്പിച്ച് കളയാൻ വേണ്ടി കൊട്ടക്കകത്ത് വാരി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ, അല്ലെങ്കിൽ അതിനു മുമ്പ് ആളുകൾ സ്വരൂപിച്ച് ആ ഗ്രന്ഥശാല എൻ്റെ പിന്നെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ, സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അവരത് നശിപ്പിച്ച് കളഞ്ഞത് എൻ്റെ അനുഭവത്തിലുണ്ട്. നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ ഇങ്ങനെ പിന്നെ അറിവിൻ്റെ മണ്ഡലത്തിലേക്ക് വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അറിയാൻ തുടങ്ങിയാൽ ചോദ്യം ഉന്നയിക്കാൻ തുടങ്ങുമല്ലോ. യുക്തിഭദ്രമായിട്ട് അവര് ചോദ്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നേ ഇല്ലല്ലോ. അവർക്കിങ്ങനെ വിശ്വാസികളാണ് വേണ്ടത്, അടിമകളാണ് വേണ്ടത്. പക്ഷെ അപ്പോഴും പഴയ നിയമവും പുതിയ നിയമവും വായിക്കാനായിട്ടുള്ള പ്രേരണ നൽകുന്നുണ്ടല്ലോ. വേറെ ഒന്നിനെയും പിന്നെ അത് ചെയ്യുന്നത് ഇപ്പം ഇവിടെ പള്ളിയിലൊക്കെ കാണും. ബൈബിള് എല്ലാവരും പിന്നെ കൈയക്ഷരത്തിൽ, അതായത് ബൈബിളിൻ്റെ ഒരു പിന്നെ കൈയെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് കൊടുക്കുന്നത്. സമയം വെറുതെ ഇങ്ങനെ കളയുകയാണ്. ഒരു ബൈബിളിൻ്റെ കൈയെഴുത്ത് പ്രതി ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമില്ല. അതാണ് ഭയങ്കര പുണ്യപ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇടവകയിലുള്ള എല്ലാ കുടുംബത്തിലും ഒരു ബൈബിളിൻ്റെ കൈയെഴുത്ത് പ്രതി ഉണ്ടാക്കണം. അവരെ കൊണ്ട് ഇങ്ങനെ ചുമ്മാ അവരെ പണി ചെയ്യിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ എത്ര നാൾ ഇതൊക്കെ പിടിച്ചു നിർത്തും എന്ന് അതൊന്നും ഉണ്ടാവില്ല. ഈ അന്ധവിശ്വാസത്തിൽ നിന്നൊക്കെ പോയിട്ട്, ദൈവവിശ്വാസത്തിൽ നിന്നും പോയിട്ട് മനുഷ്യർ നല്ലതാവണം. ഇവരൊന്നും നല്ലതാകുന്നില്ലല്ലോ. സ്വതന്ത്ര ചിന്ത ഈ പറയുന്ന മതം ഇങ്ങനെ പിടിമുറുക്കിയിട്ടും ഇവിടെ എന്തെല്ലാം കള്ളത്തരങ്ങളും കൊലപാതകങ്ങളുമാണ് നടക്കുന്നത്. ഈ പറയുന്ന ദൈവത്തിന്റെ ആളുകൾ അവിടുത്തെ പൂജാരിമാരും പോറ്റിമാരും ഒക്കെയാണ് അവിടുത്തെ ദൈവത്തിന്റെ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റുന്നത്. ഇത് നമ്മൾ അറിയുന്നില്ലേ? അതേസമയം ഈ സ്വതന്ത്ര യുക്തിവാദികളോ നിരീശ്വരന്മാരോ സ്വതന്ത്ര ചിന്താഗതിക്കാരോ അവരാരെയും മോഷ്ടിക്കൊന്നുമില്ല. അവരെ ഒരു യുക്തിവാദി ഒരു സർക്കാർ സർവീസിലുള്ള ആളാണെങ്കിൽ പോലും ഒരു കൈക്കൂലി പോലും വാങ്ങിക്കുന്ന ആളല്ല. അത്രയും ലളിത ജീവിതമൊക്കെ നയിക്കുന്ന ആളുകളായിരുന്നു പണ്ടത്തെ യുക്തിവാദികൾ. അപ്പം ആളുകളുടെ ഈ വിശ്വാസികൾ തന്നെയാണ് ഈ നാട്ടിൽ ഈ അധർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഈ മതം പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളെ കൊണ്ടൊന്നും അവർ നല്ല മനുഷ്യരാകുന്നില്ല. അധികം പ്രബോധനങ്ങളൊന്നും മനുഷ്യർക്ക് ആവശ്യമേ ഇല്ല. മനുഷ്യർക്ക് പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ളവരെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക. അതായത് മനുഷ്യരെ നമ്മൾ എല്ലാം ഒരു സ്പീഷ്യസ് ആണെന്ന് ബുദ്ധനാണ് ആദ്യം കണ്ടുപിടിച്ചത് കേട്ടോ. ഈ മനുഷ്യ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരു സ്പീഷ്യസാണ്, ഒരു ജീവിവർഗമാണ്. പണ്ട് സംശയം ഉണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ആഫ്രിക്കക്കാർ മനുഷ്യരാണോ, അവരെ നമുക്ക് കത്തോലിക്ക സഭയിൽ ചേർക്കാൻ പറ്റുമോ, അവർക്ക് ആത്മാവുണ്ടോ എന്നൊക്കെ 18ാം നൂറ്റാണ്ടിൽ പോലും കത്തോലിക്ക സഭ വളരെ വലിയ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. 100 കൊല്ലം മുമ്പ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്തൊക്കെ ഈ അധകൃതർ അവർ നീചജന്മമാണ്, പാപജന്മമാണെന്നും പറഞ്ഞിട്ടാണ് മനയിൽ ഉള്ളവർ അവരെ ക്ഷേത്ര പരിസരത്തോടെ വഴി നടക്കാൻ സമ്മതിക്കാതിരുന്നത്. 100 കൊല്ലം മുമ്പും ഈ പറയുന്ന അധകൃതർ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ നീചജന്മങ്ങളാണ്, പാപജന്മങ്ങളാണ്, ശരിയായിട്ടുള്ള മനുഷ്യരല്ല അവർ പണ്ടങ്ങോ ചെയ്ത പിന്നെ തെറ്റിൻ്റെ പ്രാച്യത്വമായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പിന്നെ ജന്മം കൊണ്ടതാണെന്നൊക്കെ ഉള്ള ആളുകൾ അസലായിട്ട് അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ ജീവിവർഗമാണ്. അതായത് ഒരു ജീവിവർഗമാണ്, ഒരു സ്പീഷ്യസ് ആണെന്ന് തെളിവെന്ന് പറയുന്നത്, അതായത് പരസ്പരം ഇണം ചേർന്ന് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് പിന്നെയും കുട്ടികളുണ്ടായാൽ ഒരു ജീവിവർഗമാണ്. അപ്പം കുതിരയും കഴുതയും തമ്മിലാണ് ചേർന്ന് അവിടെ കോവർക്കഴുത ഉണ്ടാവും, കോവർക്കഴുതയ്ക്ക് മക്കളുണ്ടാവുകയില്ല. അപ്പം പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? കുതിരയും കഴുതയും രണ്ട് സ്പീഷ്യസ് ആണ്. അപ്പം മനുഷ്യർക്ക് അങ്ങനെയല്ല. മനുഷ്യർ ലോകത്ത് ഇപ്പോൾ ഉള്ള ഹോമോസാപ്പിയൻസ് എല്ലാം ഒരു ജീവിവർഗമാണ്. അപ്പം ആ ജീവിവർഗത്തോട് മാത്രം നമുക്ക് ഒരു അനുഭാവം, ഒരു ഒത്തൊരുമ, കൂട്ടായ്മ, നമ്മളിൽ ഒരാളാണ്, നമ്മളെപ്പോലെ ആളാണ്.
അപ്പം അങ്ങനെയുള്ള അവരോടൊരു മമത ഉണ്ടാകുക എന്നുള്ളതാണ് ഈ മാനവികത എന്ന് പറയുന്നത്, ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ജീവിവർഗത്തെയൊക്കെ നമ്മൾ പിടിച്ച് തിന്നുന്നു, കൊല്ലുന്നു അല്ലേ, എല്ലാത്തിനോടും നമുക്ക് ഇങ്ങനെ മമത കാണിക്കാൻ പറ്റില്ല. മനുഷ്യരോട് മാത്രം മനുഷ്യത്വം കാണിച്ചാൽ മതി. കോഴികളോട് നമുക്ക് പിന്നെ അങ്ങനെ സഹാനുഭൂതി കാണിക്കാൻ പറ്റും, നമുക്ക് പിന്നെ ചിക്കൻ കഴിക്കാൻ പറ്റും. മീനിനോട് കാണിക്കും, അതിനൊക്കെ ജീവിയല്ലേ. സസ്യങ്ങൾക്കും ജീവനുണ്ടല്ലോ. അപ്പം പിന്നെ ചീരയൊക്കെ നമുക്ക് മുറിച്ച് പറ്റുമോ? അപ്പം നമുക്ക് ഒരു ജീവിക്ക് മറ്റൊരു ജീവിയാണ് ഈ പ്രപഞ്ചത്തിൽ ആഹാരം. പക്ഷെ നമ്മൾ അങ്ങനെയാണ്. അപ്പൊ ഈ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള ഒരു പിന്നെ ഒരു ഐക്യം, ഒരു സാഹോദര്യം വേണമെന്നേ ഉള്ളൂ. അതിനാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രഥമമായിട്ട് മറ്റുള്ളവരെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി. അതായത് മഹാഭാരതത്തിലൊക്കെ അത് പറയുന്നുണ്ട്, മറ്റുള്ളവർ നിന്നോട് ചെയ്യുന്നതിൽ നിനക്ക് അഹിതമെന്ന് തോന്നുന്നു, നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നീ അവരോടും ചെയ്യരുത്. അതായത് മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതിൽ നമുക്ക് ചിലത് ഇഷ്ടപ്പെടുകയല്ലോ, ആ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവൃത്തി നമ്മൾ അവരോടും ചെയ്യരുത്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല, നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാനാണ് പറയുന്നത്. അപ്പം പിന്നെ ഈ ബൈബിളിലൊക്കെ ആണെങ്കിൽ സ്നേഹത്തിൻ്റെ കുറച്ചുകൂടെ രണ്ടാമതുണ്ട്, പറ്റുമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുക. പരമപ്രധാനം എന്ന് പറയുന്നത് ഉപദ്രവിക്കാതിരിക്കുക. ഇനി ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ഇനി പറ്റുമെങ്കിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യുക. അതിന് പിന്നെ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഉണ്ട്, മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണമെന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അവർക്കും ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, പറ്റുമെങ്കിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യുക. ഇതാണ് ഒരു മനുഷ്യപ്രമാണം, ദൈവപ്രമാണമല്ല. മനുഷ്യർ ഈ പ്രമാണങ്ങളിൽ ഒരു മനുഷ്യപ്രമാണമെന്ന് നമുക്ക് പേര് വിളിക്കുക. ഈ രണ്ട് മനുഷ്യപ്രമാണങ്ങൾ നമ്മൾ അങ്ങ് അനുവർത്തിച്ചാൽ മതി. ലോകത്ത് മനുഷ്യരിലേക്ക് എത്തിയാൽ മതി. ഈ ഇപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ മനുഷ്യർ അങ്ങനെ എത്തിയിട്ടുണ്ട്. അവർ പിന്നെ മോഷ്ടിക്കുന്നില്ല, മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നില്ല. അവിടെ അവർ പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നിലച്ചു പോയി, ജയിലുകൾ ശൂന്യമായി പോയി. അവരെല്ലാം നല്ല ആഹ്ലാദത്തിൽ ജീവിക്കുകയാണല്ലേ. എന്തുകൊണ്ടാണ്? അവരുടെ മതവിശ്വാസമൊക്കെ അവർ ഉപേക്ഷിച്ചിട്ട് അവർ ഈ മാനവികതയിൽ ഊന്നിയുള്ളൊരു ആധുനിക സംസ്കാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അവർ ആധുനിക പൗരന്മാരായി എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയൊക്കെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അത് പക്ഷേ മറ്റു രാജ്യങ്ങളെക്കാൾ കുറേ സമയം എടുക്കും. കാരണം ഇന്ത്യ അത്രമാത്രം ഈ പറഞ്ഞ മതങ്ങൾ പെറ്റിട്ട ഒരു രാജ്യമാണ്. മതത്തിന്റെ പിൻബലത്തിൽ മാത്രമാണ് ജീവിക്കുന്നത് തന്നെ പറയാൻ പറ്റും. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതും ഈ മതം, ദൈവം, ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ മാഷിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ മാഷ് പറഞ്ഞു ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഓരോ ആഗ്രഹമായിരുന്നു മുന്നോട്ട് നയിച്ചതെന്ന്. അതിൽ പുണ്യാളനാവാനുണ്ടായി, പുരോഹിതനാവാനുണ്ടായി, പിന്നെ സിനിമ, സാഹിത്യം ഒക്കെ ഉണ്ടായി. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഒരു എഴുത്തുകാരനൊക്കെ ആവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഒരു മടി കൊണ്ടും, പിന്നെ ആദ്യകാലത്തൊക്കെ നമ്മൾ പിന്നെ ഒരു ബുക്കൊക്കെ എഴുതിയാലേ അത് എത്ര നല്ലതാണെങ്കിൽ പോലും ഒരു പ്രസാധകർ അത് പബ്ലിഷ് ചെയ്യാനൊക്കെ തയ്യാറാകുകയില്ല. ഇപ്പം കേരളത്തിലെ ഒരു ഏറ്റവും മുഖ്യധാരയിലുള്ള ഒരു പ്രസാധകർ ബെന്യാമിൻ്റെ ആടുജീവിതം അത് പിന്നെ തള്ളിക്കളഞ്ഞതാണ്, രസിച്ചതാണ് പുസ്തകം. എന്ന് പറഞ്ഞ പോലെ ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ കഥകളൊക്കെ എഴുതി വാരികയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്നെണ്ണമൊക്കെ. അതങ്ങ് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ പിന്നെ ഒരു നല്ല ലേഖനം ഒരു കഥ എഴുതി കൊടുത്തിട്ട് ഭാഷാഭൂഷണിക്ക് മറ്റും കൊടുത്തത് സാധനം കൊള്ളാം. പക്ഷേ പിന്നെ അത് വേറെ പിന്നെ അത് വേറെ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിന് അയക്കാൻ പറഞ്ഞ് അങ്ങനെ. അപ്പം അതായത് എഴുത്തുകാരായിട്ട് ഖ്യാതിയുള്ളവരുടെയാണ് അവരോടാണ് ചോദിക്കുന്നത്. അല്ലാതെ പുതിയ ആളുടേത് അന്നൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ശ്രമിച്ച് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് തോന്നി പ്രസിദ്ധീകരിച്ച് വന്നാൽ പിന്നെ രക്ഷപ്പെട്ടോളും. അത്രയൊന്നും ഉത്സാഹം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തതാണ്. ഇപ്പം എന്നോട് ഇങ്ങനെ ഈ DC ബുക്സ് പിന്നെ ആത്മകഥ എഴുതാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എഴുതിയത്. എഴുതണമെന്ന് നിർബന്ധമില്ല. 2010 എന്നോട് പിന്നെ പറഞ്ഞാണ് എഴുതാൻ. 2014 വരെ 13 വരെയൊക്കെ നിരന്തരം പിന്നെ നോട്ടീസൊക്കെ അയക്കും, കത്തയക്കും, പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനത് 2020 എഴുതി തീർത്ത് കൊടുത്തത്. അപ്പം അതിനു മുമ്പ് തന്നെ ഈ പിന്നെ നല്ല പാഠങ്ങൾ എന്നുള്ള ഒരു പുസ്തകം അടിച്ചായിരുന്നു 2015.
അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ഓരോ വർഷം പുസ്തകം ചോദിച്ചാലും ഞാൻ 2022 വേറൊരു ബുക്ക് കൊടുത്ത് 2 കൊല്ലം ചോദിച്ചിട്ട് പറഞ്ഞു ഒരു പ്രാന്തന സ്തുതി കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ച് പിന്നെ ബാല്യവിലാസം സഞ്ചാരകഥ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇപ്പം റീസ് ബുക്സ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അത് വെബ് പോർട്ടലിൽ DC ഇങ്കിൽ അത് പിന്നെ ഉണ്ട്. അത് നേരത്തെ പ്രസിദ്ധീകരിച്ചായിരുന്നു 8 അധ്യായമായിട്ട്. അപ്പം അങ്ങനെ ഉണ്ട്. ഇപ്പം അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ എഴുതി കൊടുത്താൽ അവർ പ്രസിദ്ധീകരിക്കും എന്നുള്ളത് ഉണ്ടായിട്ട് പോലും മടിയാണ്. അപ്പം പിന്നെ പണ്ടത്തെ കാര്യം പറയാനുണ്ടോ? പിന്നെ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന പേരിലാണ് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇനി എഴുതാനായിട്ട് ഈ ഒരു കൈ പാടില്ല എന്നല്ല. പിന്നെ അതുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ അപ്പം 2 കൈ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എഴുതിയൊന്നുമില്ല. എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലത് കൈ വെട്ടത്. വലത് കൈ വെട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എഴുത്തുകാരനായത്. ഇപ്പം നമ്മൾ വലത് കൈയും കൊണ്ടാണ് പിന്നെ ഈ പറയുന്ന, അതായത് നല്ല പാഠങ്ങൾ എൻ്റെ വലത് കൈയും കൊണ്ട് ഞാൻ ആദ്യം കുഴപ്പമില്ലാതെ എഴുതുകയാണ്, പണ്ട് എഴുതല്ലേ. പിന്നെ ഇടത് കൈയും കൊണ്ടാണ് അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ള ബുക്ക് എഴുതുന്നത്. ഈ വലത് കൈയും കൊണ്ട് പിന്നെ ഈ പറയുന്ന ഭ്രാന്തന സ്തുതി അത് മൊബൈലിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അല്ലാതെ ഇതുപോലെ ഇങ്ങനെ പേന പിടിക്കാൻ എന്നെ വലത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റിയല്ല. വലത് കൈയിലെ വിരലുകൾ തമ്മിൽ ചേരുകയില്ല. ഇടത് കൈയിലെ വിരലുകൾ ഇങ്ങനെ എല്ലാം ചേരുകയില്ല. 2-3 വിരലൊക്കെ നല്ല കറക്റ്റായിട്ടുള്ളൂ. അപ്പം പിന്നെ ഈ 10 വിരലിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം. പിന്നെ ചില പിന്നെ പോംവഴികൾ നമ്മൾ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. ഞാനിപ്പം വലത് കൈക്കകത്ത് കത്തിയൊക്കെ വെച്ചിട്ട് അതിന് പകരം എന്തെങ്കിലും കത്തിയൊക്കെ പിടിക്കാൻ ഞാൻ വേറെ ഇങ്ങനെ കൈക്ക് ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്പീഡിൽ സാധാരണ രീതിയേക്കാളൊക്കെ വേഗത്തിൽ കറക്കി അരിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നെ നടക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് കാല് വെട്ടിയത്. അതിനുശേഷമാണ് നമ്മൾ കൂടുതൽ സഞ്ചാരങ്ങൾ നടത്തിയിരിക്കുന്നത്. കാല് കൊണ്ട് തന്നെ നടത്തിയിരിക്കുന്നത് ഞാൻ 10 പ്രീ ഡിഗ്രിക്കാണ്ട് പഠിക്കുന്ന കാലത്ത് ഒരു 28 കിലോമീറ്റർ, അങ്ങോട്ട് 14 കിലോമീറ്റർ നടന്നു. ഹൈറേഞ്ചിലാണ്, വേറെ വാഹന സൗകര്യം ഇല്ലാഞ്ഞിട്ടാണ്. അങ്ങോട്ട് 14 കിലോമീറ്റർ, ഇങ്ങോട്ട് 14 കിലോമീറ്റർ. പക്ഷെ അത് രാവിലെ പോയി അവിടെ പിന്നെ 3-4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് നടക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ 65ാം പിറന്നാൾ 3 വർഷം മുമ്പ് അയർലൻഡിൽ മോളുടെ അടുത്തായിരുന്നപ്പോഴാണ്. അപ്പം പിറന്നാളിൻ്റെ ഒരു ഈവൻ്റായിട്ട്, ഒരു സംഭവമായിട്ട് ഞാൻ ആ പട്ടണത്തിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ളൊരു പട്ടണത്തിലേക്ക് രാവിലെ ഒരു നടപ്പ് നടന്നു. ഒറ്റയടിക്ക് 3-4 മണിക്കൂർ കൊണ്ട് ഈ ക്ലോൺമേൽ നിന്നുള്ള ആ പട്ടണത്തിൽ നിന്ന് സയർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് നടന്നു. അവിടെ ചെന്ന് അവിടുന്ന് പിന്നെ മരുമോൻ വന്ന് കാറുമായിട്ട് വന്ന് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ ഒറ്റയടിക്ക് 22 കിലോമീറ്റർ നടന്നു. അപ്പം കാലൊക്കെ ഇങ്ങനെ വെട്ടി ഒടിച്ച്, കുതി വെട്ടി, കാലിൻ്റെ പാദം വെട്ടി, പിന്നെ കണ്ണയൊക്കെ വെട്ടി ഒടിച്ചതാണ്. കാലിന് ശലം കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നടക്കും. ചട്ടൊന്നുമില്ല നേരെ തന്നെ നടക്കും. കാലം നീളം കുറഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ആത്മാഭിമാനല്ലേ തോന്നുക അല്ലേ? നമ്മളിങ്ങനെ നമ്മളെ ആർക്കും തളർത്താൻ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി വെച്ചിട്ടുണ്ട്, തമാശയാട്ടോ. അപ്പം പലപ്പോഴും നമ്മുടെ ഈ ഒരു നർമ്മമുണ്ട്. ഇങ്ങനെ ഈ സങ്കടങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ വിഹ്വലത വരുമ്പോഴും നർമ്മം എൻ്റെ മനസ്സിൽ വരും. അന്നേരം നമ്മളിങ്ങനെ എഴുതുന്നത് മാത്രമല്ല, നമ്മളിങ്ങനെ ഈ പറയുന്ന ആരുമില്ലാതെ പിന്നെ ഇങ്ങനെ ഒളിവിലൊക്കെ താമസിക്കുന്ന കാലത്ത് നമുക്ക് ഒരു ആശയവിനിമയം നടത്താൻ ആരുമില്ലല്ലോ. ആരോടും നമ്മൾ ഇന്ന സ്ഥലത്താന്ന് പറയുന്നില്ല, പറയാനും പറ്റില്ലല്ലോ. ഒളിവിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കൃത്യത വേണ്ടേ. അപ്പം പിന്നെ അതുകൊണ്ടാണ് ഈ പിന്നെ പോലീസ് എന്നെ പെട്ടെന്ന് പിടിക്കാൻ പറ്റാതെ വന്നത്. ഞാൻ വീട്ടുകാരോടോ നാട്ടുകാരോടോ കമ്മ്യൂണിക്കേഷൻ ഇല്ല ആരോടും. അപ്പം പിന്നെ പോലീസൊക്കെ വിചാരിച്ചെന്നാണ് ഒരു അത്യാരോ ഇത്രയും പോലീസ് എന്നാ കൊണ്ടായിട്ട് ഇത് പിടിക്കാൻ പറ്റാത്ത എന്നാ. അവരിങ്ങനെ മൊബൈലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ മൊബൈലെല്ലാം ഓഫ് ചെയ്തിട്ടല്ലേ പോകുന്നത്. പല കേസുകളും മൊബൈലൊക്കെ വെച്ചിട്ട് ടവർ നോക്കിയിട്ടല്ലേ പിടിക്കുന്നത്, ആൾ അവിടെ ഉണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒളിവിൽ പോയ സമയത്ത് നമ്മൾ നല്ല ഒളി ജീവിതക്കാരനായി, ആളമാറാട്ടക്കാരനായി. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ടാണ് എന്നെ പോലീസ് എവിടെയാണെന്ന് അവർക്കൊരു തോന്നലേ ഉണ്ടായില്ല. പക്ഷെ ഇതേ കേസിലെ 1-ാം പ്രതിയും ഇതേ ഒളിവ് രീതി തന്നെയാണ് അവലംബിച്ചത്. നല്ല ബുദ്ധി ഉള്ള ആളാണ്. എത്ര 14 വർഷത്തോളം ഒളിവിൽ കണ്ണൂരല്ലേ ഉണ്ടായിരുന്നല്ലേ? പുള്ളിക്ക് പിന്നെ ആളുകളുടെ സഹായമൊക്കെ ഉണ്ടായി കാണും. പക്ഷെ എന്നാലും പുള്ളി കൊള്ളാം. ഒളിവിലിരിക്കുന്ന ആൾ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കണം അല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിൽ മനസ്സർപ്പിച്ച് ചെയ്യണം.
അപ്പൊ അത് അങ്ങനെ ആണ് ഞാൻ. അങ്ങനെ അങ്ങനെ ഉള്ള അബദ്ധം പറ്റതാണല്ലോ ഈ ചോദ്യ പേപ്പർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പരമാവധി ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടാണ്. അതിന് കുഴപ്പമുണ്ടാവും ചിലപ്പം. അല്ല, ഈ ഒളിവിൽ പോയ സമയത്ത് തന്നെ വേഷം മാറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായോ? അങ്ങനെ നടക്കാൻ ശ്രമിച്ചോ? വേഷം മാറിയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഈ ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഈ പിന്നെ പോലീസ് കീഴടങ്ങാൻ വരുന്ന സമയത്തൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിരിക്കുമ്പോൾ അന്നേരം എൻ്റെ ലുക്കൗട്ട് നോട്ടീസിൽ എൻ്റെ കണ്ണാടിയുള്ള ഫോട്ടോ ഒക്കെ പിന്നെ ടി വിയിലൊക്കെ എല്ലാവരും കാണിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ലോഡ്ജിലെ റൂം പോയി വരുമ്പോഴൊക്കെ ഞാൻ ഈ കണ്ണാടി ഊരി വെക്കുമായിരുന്നു. കണ്ണാടി മാറ്റി വെക്കും. കണ്ണാടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടുണ്ട്, മൊത്തം കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വായിക്കാനൊക്കെ. അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഈ മുടിയൊക്കെ പുറകോട്ട് ഇരി വെക്കുന്ന സൈഡിലോട്ടൊക്കെ ഇരി വെച്ചെന്നു, അല്ലാതെ കയറി. അപ്പൊ ആൾക്കാർക്ക് എന്നാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ, സ്വയം പോയി ഞാൻ കീഴടങ്ങല്ലേ ചെയ്തേ. അപ്പൊ പോലീസ് എന്ത് പറഞ്ഞു ആ ഒരു സമയം? എവിടെ ആയിരുന്നു ഇത്രയും നാള് ചോദിച്ചോ? ചോദിച്ചു. അവർ പിന്നെ അവിടെ നമ്മൾ പറഞ്ഞനുസരിച്ചിട്ട് അവിടെ ഞാൻ പോയ പിന്നെ ലോഡ്ജിലൊക്കെ അവർ പോയി, അവിടുത്തെ പോലീസ് പോയി അന്വേഷിച്ച് ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഒളിവിൽ പോയി പിന്നെ പോലീസിൽ പോയി സ്വയം കീഴടങ്ങിയ ആ ഒരു സാഹചര്യത്തിൽ ഫാമിലി അതെങ്ങനെയാണ് അതിനെ നോക്കി കണ്ടത്? ഫാമിലിക്ക് ഒക്കെ ആ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു, പോലീസ് കീഴടങ്ങളും. ഒന്നാമത് തന്നെ ഇങ്ങനെ എവിടെയാണെന്ന് നമ്മളെ അറിയാതെ പോയല്ലോ. ഇവൻ പോലീസ് ഒത്തിരി കഥകളൊക്കെ, അവിടെ ഒരു ജഡം കണ്ടു, ഇവിടെ ഒരു ജഡം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇവരെ എങ്ങനെ ഇവർക്ക് അറിയാമെങ്കിൽ ഇവര് എന്നിട്ട് ഫോൺ ചെയ്യുമല്ലോ. നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവരുടെ ഫോണൊക്കെ ആ രീതിയിൽ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ അന്നേരം കുറെ ടെൻഷനിലൊക്കെ അടിച്ചോണ്ട് ഒന്നാമത് തന്നെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയി ഉപദ്രവിച്ചു. എനിക്ക് ഉള്ളതിനേക്കാൾ ടെൻഷനൊക്കെ നമ്മൾ ഇങ്ങനെ ഒളിവിലൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് ആസ്വദിച്ചാണ് ഇതൊക്കെ. ഒളിവ് ജീവിതവും ജയിൽ ജീവിതവും ഒക്കെ നമ്മൾ ആസ്വദിച്ചാണ് അനുഭവിക്കുന്നത്. പക്ഷേ പിന്നെ അപ്പം ഭാര്യയ്ക്കും ഒക്കെ ഒളിവിലാണ് അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ. ജയിലിലാണ് ഭർത്താവ് എപ്പോഴും ജയിലിലാണെന്നൊക്കെ പറയുമ്പോൾ അത് വിഷമമുണ്ടല്ലോ. പക്ഷെ ഞാൻ ജയിൽ ജീവിതമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ജയിൽ ജീവിതമൊക്കെ പഠിക്കാനും അനുഭവിക്കാനും കിട്ടിയ ഒരു അസുലഭ അവസരമായിട്ട് എടുത്ത് ഞാനത് എൻ്റെ അറ്റഭാഗത്ത് ഓർമ്മകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ ചിലർ പറയും ജയിലിൽ പോകാൻ കൊതിയാവുന്നു. കാരണം എല്ലാം ആസ്വദിച്ച് ചെയ്തുകൊണ്ട് അല്ലേ. പക്ഷേ ഇതിപ്പോ റിട്ടയർമെന്റിന്റെ ആ ഒരു സമയത്ത് 2 മാസം മുന്നേ അവര് ഏറ്റെടുത്തു അല്ലേ സ്കൂളിലേക്ക്. എന്നെ ഈ കോടതി കുറ്റമുക്തമാക്കുന്നതിന് ശേഷം എന്നെ തിരിച്ചെടുക്കാമെന്ന് എന്നോട് പറഞ്ഞ് ആ വാക്ക് തന്ന് അതിനനുസരിച്ചിട്ടുള്ള വക്കീലന്മാരെ കൊണ്ടൊക്കെ അതിൻ്റെ ഒരു ഡിഗ്രി എഴുതി ഉണ്ടാക്കണമല്ലോ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച്. അത് നമ്മളുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവർ പറയും അത് പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേറെ അവരുടെ വക്കീലിനെ കൊണ്ട് എഴുതിപ്പിക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നെ കളിപ്പിച്ച് ഈ റിട്ടയർമെൻറ്റിൻ്റെ ദിവസത്തിൻ്റെ അടുത്ത് വരെ ആക്കി. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു അത് പറ്റിയല്ല, അത് കോടതി ഞാൻ ട്രിബ്യൂണലിൽ പിന്നെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ കാല് മാറ്റി. അവരെന്നെ പിന്നെ ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചനയാണ് അന്ന് നടത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് പിന്നെ വൈഫിന് പിന്നെ ഡിപ്രഷനൊക്കെ വന്ന് വൈഫ് മരിച്ചു കഴിഞ്ഞ ശേഷം ഇവരുടെ പേരിൽ ഇപ്പം ഇതിനെല്ലാം തെളിവുണ്ട് വക്കീലന്മാരുമായിട്ടുള്ള എഴുത്തുകുത്തുകൾ നടത്തിയതിനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇവരുടെ പേരിലും വരുമെന്നൊക്കെ ഭയന്നിട്ട് അവർ ഒരു തീർപ്പ് അങ്ങനെ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെ തിരിച്ചെടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മാർച്ച് 31 റിട്ടയർ ചെയ്യണം. മാർച്ച് 31 ഒരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ എന്നെ 28-ാം തീയതി വെള്ളിയാഴ്ച തിരിച്ചെടുക്കുന്നു. വെള്ളിയാഴ്ച ജോയിൻ ചെയ്യുന്നു. ശനി ഞായർ അവധി, തിങ്കളാഴ്ച റിട്ടയർ ചെയ്യുന്നു. അപ്പം 2 ദിവസം ഒപ്പിട്ട് അങ്ങനെ പോന്നു. പിന്നെ എന്നാലും പിന്നെ അതിൻ്റെ ശമ്പളം കുടിശ്ശിക ഇത് പിന്നെ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രത്യേക ഓർഡർ ഇറക്കേണ്ടി വന്നു. മാനേജ്മെൻറ്റ് അങ്ങനെ പിരിച്ചുവിടുന്നു, തിരിച്ചെടുക്കുന്നു, ശമ്പളത്തിനെല്ലാം അർഹതയുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പം അത് ഗവൺമെൻറ് സമ്മതിക്കണ്ടേ, ഗവൺമെൻറ്റിലെ ശമ്പളം തരേണ്ടത്. അപ്പം ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഓർഡറായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ഗവൺമെൻറ് അങ്ങനെ തന്നതുകൊണ്ട് എനിക്ക് ആ പുറത്തു നിന്ന കാലത്തെ ശമ്പളവും അത് സർവീസായിട്ട് പരിഗണിച്ച് അതിനനുസരിച്ചുള്ള പെൻഷനെല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആകെ ഒരു സങ്കടം ഇതൊന്നും കാണാനുള്ള ആളില്ല എന്നുള്ളതല്ലേ. അങ്ങനെയൊക്കെ സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ മെനക്കെടാറില്ല. സങ്കടത്തിൻ്റെ ഒരു
നമ്മളൊക്കെ സങ്കടപ്പെടണമെങ്കിൽ ആലോചിക്കണ്ടേ? അതെ, ആലോചിക്കാനുള്ള സമയം അങ്ങനത്തെ സങ്കടത്തിന്റെ ആലോചനകളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ആലോചന വേണം നോക്കും, വേറെ എന്തെങ്കിലും മനസ്സ് മാറ്റും, മൈൻഡ് ഡൈവേർട്ട് ചെയ്യും. വായിക്കാം. നമ്മളെന്തെല്ലാം അങ്ങനെ ചെയ്യും. അപ്പം പരമാവധി നല്ല സന്തോഷത്തിലിരിക്കാൻ വേണ്ടി മനസ്സിനെ അങ്ങോട്ട് വിടും. അങ്ങനെ ഓർത്തോർത്ത് സങ്കടപ്പെടാനാണെങ്കിൽ അതിനല്ലേ സമയമുള്ളൂ. ശരിയാ. അതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇനി പരമാവധി സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. ഞാൻ പിന്നെ ഒരു കാര്യം കേട്ടിട്ടുണ്ടായി, ഈ ഇപ്പോൾ മാഷെ തന്നെ ഇപ്പോഴായാലും കാണുമ്പോൾ ഈ മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഈ മനുഷ്യൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം പറയാറുണ്ട്. അവർക്ക് പിന്നെ ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ അടിയിൽ ഇങ്ങനെ ധാരാളം നെഗറ്റീവ് കമൻറ്റ് വരും. നമ്മൾ പറയുന്നതിന് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ വരും. അതൊന്നും പിന്നെ വായിക്കുകയോ കാണുകയോ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ചിലതൊക്കെ പറയുമ്പോൾ അവർക്കത് പിന്നെ ഇഷ്ടക്കേട് വരുമ്പം കൊള്ളാലോ, നമ്മൾ പറഞ്ഞത് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ നെഗറ്റീവ് കമന്റ് ഇടാൻ തയ്യാറായത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷമല്ലാതെ ആൾക്കാരുടെ തെറി കേട്ടിട്ടൊന്നും സങ്കടപ്പെടാറില്ല, ഒരു വിഷമം ഉണ്ടാകാറില്ല. അതിനൊക്കെ മനസ്സിന് അതിൻ്റെയൊക്കെ ഒരു പ്രാപ്തി നേടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതിലും കൂടുതൽ നമ്മൾ ആ ഒളിവിലൊക്കെ ഇരുന്ന സമയത്ത് ലോകം മുഴുവനും നമ്മളെ എങ്ങനെ മോശമായിട്ട് കണ്ടതല്ലേ. ഇപ്പം കുറേ പേരെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടല്ലോ. അതെ, ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും പല പ്രസംഗങ്ങളും, ഇപ്പൊ തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന പ്രസംഗങ്ങളും അതിന്റെ മുഴുവൻ രൂപവും കാണിക്കാതെ, സോഷ്യൽ മീഡിയയിലൂടെ മുഴുവൻ രൂപവും കാണിക്കാതെ ഏതെങ്കിലും തലയോ വാലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും പോർഷനോ മാത്രം ഇട്ടുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാധ്യമധർമ്മം നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഈ മാഷിന്റെ ഈ ഒരു ഇൻസിഡന്റിൽ ഉണ്ടായിട്ടുണ്ടോ? അത് ചില പണ്ട് കാലത്തൊക്കെ ആശുപത്രിയിലൊക്കെ കിടന്ന സമയത്തൊക്കെ ചില മീഡിയാസൊക്കെ അങ്ങനെ എൻ്റെ ഒരു ഭാഗം മാത്രം കാണിച്ചിട്ടൊക്കെ വാർത്തകളൊക്കെ കൊടുത്ത് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു അത് ശരി പിന്നെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടേ. ഇപ്പം തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ എതിരായിട്ട് പിന്നെ വേറെ പിന്നെ പത്രപ്രസ്താവന നടത്തുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പം അത് ജനങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അല്ലെങ്കിൽ പെട്ടെന്നൊരു പിന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടേ ഒരിക്കലും ഇങ്ങനെ നമ്മൾ പറഞ്ഞു എന്നെ പിരിച്ചുവിട്ട സമയത്ത് ആണ് പിരിച്ചുവിട്ട എനിക്കെതിരായിട്ടുള്ള ഇടയലേഖനങ്ങളൊക്കെ പള്ളിയിലൊക്കെ പിരിച്ചുവിട്ട് നന്നായി എൻ്റെ കാരണം പറഞ്ഞുകൊണ്ടുള്ള ഇടയലേഖനങ്ങളൊക്കെ പള്ളിയിൽ വായിച്ചൊരു ദിവസം. അപ്പം കുറ്റം സമ്മതിച്ചിട്ട് ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചിട്ട് എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട, അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, അപ്പം ചെയ്യാത്ത തെറ്റ് അപ്പം നമ്മളിങ്ങനെ മതം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുക്കാമെന്നാ പറയുന്നത്. അവർ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിലിൽ പോകൂലേ ഉള്ളൂ. ഇല്ലാത്ത കാര്യം അവർ ചുമ്മാ കളിപ്പിക്കുന്നതാണ്, ചുമ്മാ അങ്ങനെ പറയുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞതാണ് ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഔദാര്യമൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതിന് അന്നേരം ഒരു ചാനലുകാർ കുറ്റം സമ്മതിക്കില്ല, എനിക്ക് അതിന്റെ ഔദാര്യം വേണ്ട, അങ്ങനെ രണ്ടായിട്ടൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. വാർത്തകൾ വളച്ചൊടിക്കുന്ന ഒരു രൂപമല്ലേ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു പ്രതിച്ഛായ നിലനിൽക്കുന്നത് ചിലപ്പോൾ അന്ന് ഇതേപോലെ വാർത്തകൾ വളച്ചൊടിച്ചത് കൊണ്ടായിരിക്കില്ലേ? ആദ്യകാലത്ത് ഇപ്പം പിന്നെ ഏറ്റവും ആദ്യം പതിയുന്ന ഒരു സംഗതിയാണല്ലോ കൂടുതൽ ഈ മതത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് തന്നെ. ആദ്യം തന്നെ നമ്മൾ മതം നടത്തി എന്നാണല്ലോ എല്ലാ മാധ്യമങ്ങളും പിന്നെ ഉച്ചസ്ഥിരം ഘോഷിച്ചത്, സർക്കാരും പിന്നെ അങ്ങനെ കേസൊക്കെ എടുക്കുന്നത്. അവരും സർക്കാർ കേസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? മതം നടത്തിയിട്ടല്ല, അല്ലെങ്കിൽ സർക്കാർ കേസ് എടുക്കുമോ? സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയല്ലേ. മാനേജ്മെന്റ് അയാളുടെ തന്നെ പിന്നെ സഭ അയാളെ സസ്പെൻഡ് ചെയ്ത് പിരിച്ചു വിടണമെങ്കിൽ അങ്ങനെ ചിന്തിക്കും. ഇപ്പം പിന്നെ ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ചെയ്തുപോലെയല്ലേ ഞങ്ങളും ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരിങ്ങനെ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ആദ്യം ഇങ്ങനെ മനസ്സിൽ വന്ന ഒരു കാര്യമേ പിന്നെ പറിച്ചളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ കണ്ണിലൂടെ മാത്രമേ പിന്നെ കാണുള്ളൂ, അങ്ങനെ കാണുള്ളൂ. ഇപ്പം പിന്നെ ചില മുസ്ലിങ്ങളൊക്കെ ഇപ്പോഴും എന്നെ അടുത്തറിയുന്ന അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവർക്കൊന്നല്ല, അല്ലാത്തവരിങ്ങനെ ആ വാർത്ത കേട്ടു അതിങ്ങനെ ഇപ്പോഴും ശരിയാണെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നവരുണ്ടാവും.
കാരണം എല്ലാവർക്കും ആ ഒരു നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സേ ഉള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെയായി, അല്ല അതിന്റെ സത്യാവസ്ഥ പുറം ലോകം അറിഞ്ഞാൽ, ഇപ്പൊ കോടതി തന്നെ അത് തെറ്റായിരുന്നു, ഇതാണ് ന്യായമെന്ന് അംഗീകരിച്ചാലും മനുഷ്യർ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പൊ നമ്പിനാരായണന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇപ്പോഴും എന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അതിനകത്തൊരു മനസ്സറിവ് ഒട്ടും ഇല്ലാതിരിക്കാൻ ഒരു കാര്യമില്ലെന്നൊക്കെ ആയിരിക്കും പകുതി പേരെങ്കിലും വിചാരിക്കുക. സ്പൈ വർക്ക് നടത്തിയിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഒരു ഇല്ലാതെ അങ്ങനെ വരികയല്ലോ. എന്നിട്ടിപ്പോ കുറ്റവിമുക്തനാണ്, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയുമ്പോഴത്തേക്കും അത്രയും സ്വീകാര്യത ലഭിക്കുന്നില്ലല്ലോ. പിന്നെ ആളുകൾക്ക് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടല്ലോ മൊത്തത്തില്. ആളുകളെ കുറ്റവാളിയായിട്ടൊക്കെ കാണാനാണ് ഇഷ്ടം. ഒരു പിന്നെ നല്ലതായിട്ട് അല്ല. നല്ലതാണെന്ന് പറയുന്ന ആ ന്യൂസ് പ്രചരിപ്പിക്കാൻ ആരും തയ്യാറാവില്ല. ഇപ്പം നമുക്കൊരു നന്മ വരുമ്പം പിന്നെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പിന്നെ വളരാൻ കുറച്ച് പേരെ സന്തോഷിക്കുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു envyയാണ്, അസൂയാണ് നമ്മുടെ ഉയർച്ചയിൽ. അപ്പം അസൂയ എന്ന് പറയുന്നത് ഒരു പാപമായിട്ടാണ് കത്തോലിക്ക സഭയൊക്കെ പഠിപ്പിക്കുന്നത്. അതായത് അതിൻ്റെ ജന്മപാപങ്ങളൊന്നായിട്ടാണ് അസൂയ, മടി, അസൂയ എന്നൊക്കെ പറയുന്നത് ജന്മപാപങ്ങളാണ്. അതിനെതിരായിട്ടുള്ള പുണ്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മടിക്ക് ഉത്സാഹം, അസൂയയ്ക്ക് ഉപവി എന്നാണ്. ഉപവി എന്താണെന്ന് മനസ്സിലായത് ഞാൻ മലയാളമൊക്കെ പഠിച്ചു തുടങ്ങിയ പിന്നെ BA ഒക്കെ പഠിച്ചപ്പോഴാണ്. സ്നേഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പഠിപ്പിച്ച വേദോപദേശ ക്ലാസ്സിൽ അത് മനഃപ്പാഠമാക്കിയെന്നല്ലാതെ ഇതൊന്നും പറഞ്ഞു തന്നിരുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കൊരു അഭ്യുദയം വന്നു കഴിഞ്ഞാലേ പിന്നെ ഒരു IAS ഒക്കെ കിട്ടിയാൽ സന്തോഷമല്ലേ. പക്ഷെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പം നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു IAS കിട്ടിയാൽ അത് പെട്ടെന്ന് ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പിന്നെ ഒന്നും ശാസ്ത്രം വേണ്ടിയിട്ടേ പറയുള്ളൂ. ഈ നരവംശാസ്ത്രത്തിലെ ഈ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ വളർന്നതിൻ്റെ അല്ലെങ്കിൽ ഈ രീതിയിലായതിൻ്റെ പിന്നിൽ അപ്പം അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള വാസനകളാണ് ഈ മടി, ഉത്സവമൊക്കെ. അപ്പം നമ്മളിങ്ങനെ ആയിരിക്കുന്നത് ഈ പറയുന്ന വാസനകളിലൂടെയാണ്. മടിയുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചക്രം കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവിധ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും മടി എന്നൊരു വികാരമുള്ളത് കൊണ്ടാണ്. ഒരു വാസന നമ്മളിൽ അങ്ങനെ രൂഢമൂലമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അസൂയ നമുക്ക് ഉയരാനുള്ള ഒരു ത്വര തരും. പലരും പിന്നെ നല്ല വീട് വെക്കുന്നതൊക്കെ മറ്റുള്ളവരെ അത് വെച്ചു, അതിനേക്കാൾ നല്ലത് വെക്കണം. അങ്ങനെ നമ്മൾ വളരാനും പുരോഗതി പ്രാപിക്കാനും ഒക്കെ അസൂയ എന്ന് പറയുന്ന ഈ പറയുന്ന വാസന സഹജമായ വാസനയാണ്, ഉപകാരപ്പെടും. അപ്പം മനുഷ്യർക്ക് പിന്നെ ഈ പറയുന്ന ഈ അസൂയ എന്ന് പറയുന്നത് രതിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അടുത്ത് നിൽക്കുന്ന ഒരു വാസനയാണ് അസൂയ. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. അതായത് നമുക്ക് അതുപോലെ സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് ഈ അസൂയയിൽ നിന്ന് മോചിതനാകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒക്കെ നല്ല വശത്തെ മാത്രം എടുക്കാൻ ശ്രമിക്കാം. ഈ പറയുന്ന പിന്നെ ഈ ശാകുന്തളത്തിലെ ഒരു ശ്ലോകമുണ്ട്. 4-ാം അംഗത്തിൽ കണ്വമഹർഷി ശകുന്തളയെ ദുഷ്യന്തൻ്റെ അടുക്കിലേക്ക് യാത്ര അയക്കുകയാണ്. ഗർഭിണിയായിട്ടുള്ള ശകുന്തളയെ 2 മുനികുമാരന്മാരെ കൂട്ടി ദുഷ്യന്തൻ്റെ രാജധാനിയിലേക്ക് അയക്കുന്ന സമയത്ത് ഇങ്ങനെ ശകുന്തള പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരോടും യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പം താൻ നട്ട് നനച്ച് വളർത്തിയ മുല്ലപ്പള്ളിയോടൊക്കെ യാത്ര പറയാൻ കണ്വമഹർഷി പറയുകയാണ്. അപ്പം കണ്വമഹർഷി മുല്ലപ്പള്ളിയോട് പറയാണ്, ഇപ്പം അതിന് പിന്നെ ആശയം ഇതാണ്, അർത്ഥം ഇതാണ്: ആരാണോ നിങ്ങൾക്ക് വെള്ളം തന്നതിന് ശേഷം മാത്രം സ്വയം ദാഹശമനം നടത്തിയിരുന്നത്, ആരാണോ നിങ്ങൾക്ക് നോവുമെന്ന് കരുതി നിങ്ങളുടെ ഒരു തളിര് പോലും പൊട്ടിക്കാതിരുന്നത്, ആരാണോ നിങ്ങൾ പുതുതായിട്ട് പൂക്കുന്ന നാളിൽ അതൊരു ഉത്സവമായിട്ട് കൊണ്ടാടിയിരുന്നത്, അപ്രകാരം നിങ്ങളെ സ്നേഹിക്കുന്ന ശകുന്തള ഇതാ ഭർതൃഗൃഹത്തിലേക്ക് യാത്രയാകുന്നു, അവൾക്ക് യാത്രാനുമതി നൽകിയാലും. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരു 3 തലങ്ങളാണ് അതിൽ പറയുന്നത്. ഞാൻ ശകുന്തളം പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് പല ക്ലാസ്സുകളിലായിട്ട്. ഇപ്പം യേശുവൊക്കെ പറയുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള തലമുള്ളൂ. അതിൻ്റെ അപ്പുറത്തെ 3 സ്നേഹത്തിൻ്റെ തലങ്ങളാണ് ഈ കാളിദാസൻ്റെ ശ്ലോകത്തിലുള്ളത്. അതായത് മറ്റുള്ളവർക്ക് അവരുടെ ദാഹം ശമിപ്പിച്ചതിന് ശേഷം മാത്രം സ്വയം ദാഹശമനം നടത്തുക. മറ്റേത് നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ 50-50. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ 50-50. പക്ഷെ ഒരു അമ്മയും കുഞ്ഞും ദാഹിച്ച് വലിഞ്ഞു പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 50-50 എന്ന് പറയുമോ? ഇല്ല. ദാഹം ശമിച്ചതിന് ശേഷം മിച്ചമുണ്ടെങ്കിലേ അത് കൂടുതൽ പ്രയോറിറ്റി കുഞ്ഞിന് കൊടുക്കും. അങ്ങനെ അപ്പം സ്നേഹത്തിൻ്റെ ഈ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞു.
എന്ന് പറയുന്ന ആ ആശയത്തെക്കാളും ഒരു പടി മുകളിലാണ്, മഹത്തരമാണ്, ഒരു പടി മുകളിലാണ്. ഇനി രണ്ടാമത്തേത്, നിങ്ങൾക്ക് നോവുമെന്ന് കരുതി, അതായത് എടുത്തണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും, അതായത് മുല്ലയൊക്കെ പൂത്ത് കഴിയുമ്പോൾ മുല്ലപ്പൂ മുട്ടൊക്കെ പൊട്ടിച്ച് ചൂടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് നോവുമെന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. അതായത് മറ്റുള്ളവർക്ക് നോവുമെന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുക, നമ്മൾ ത്യജിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന, അത് സ്നേഹത്തിൻ്റെ അടുത്ത പടിയാണ്. നിങ്ങൾ പുതുതായിട്ട് പൂക്കുന്ന നാളിൽ അതൊരു ഉത്സവമായിട്ട് കൊണ്ടാടിയിരുന്നത് ആരാണ്? മുല്ലവള്ളിയെ സംബന്ധിച്ച് മുല്ലവള്ളി ആദ്യം പൂക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? പൂക്കുക എന്നുള്ളതാണ് മുല്ലയുടെ ജന്മാഭിലാഷം, ജന്മസാഫല്യം നേടുകയാണ് അത് പൂക്കുമ്പോൾ. അപ്പോൾ അത് പൂക്കുന്ന സമയത്ത് മുല്ലവള്ളിക്ക് ആഹ്ലാദമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഹ്ലാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ പരമപടിയാണ്. അതായത് അസൂയയില്ലാത്തവർക്ക് അങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റുള്ളൂ. അപ്പം അസൂയയില്ലാതെ മറ്റുള്ളവരുടെ അഭ്യുദയത്തിൽ നമ്മൾ അവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുക എന്ന് വരുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം പരിപൂർണമാവുന്നത്. അപ്പം സ്നേഹത്തിൻ്റെ ഈ തന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള സ്നേഹസങ്കല്പമായിരുന്നു കാളിദാസനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ അസൂയ എന്ന് പറയുന്നത് നമ്മൾ മാറ്റണമെങ്കിൽ സ്നേഹം കൊണ്ട് സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയിൽ നമ്മൾ എത്തണം. സത്യം പറഞ്ഞ ഈ ഒരു നിമിഷം ഇപ്പൊ ഒരു ക്ലാസ് കൈകാര്യം ചെയ്ത ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥിനിയായിട്ട് മാഷിന്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്നുള്ള ഒരു തോന്നൽ പോലെ ഉണ്ടാക്കി. അത്രയും നന്നായിട്ട് മനോഹരമായിട്ട് തന്നെ ആ ഒരു ഇത് കൈകാര്യം ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇനി എൻ്റെ ലാസ്റ്റിലത്തെ ഒരു ക്വസ്റ്റ്യൻ, അതും കൂടി കഴിഞ്ഞ് നമുക്ക് ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. അതായത് 2010 അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. ആ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയതും ഒക്കെ അതിൻ്റെ പരിണിതഫലമായിട്ട് ഉണ്ടായ സംഭവ വികാസങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ 2025 മാഷ് ഇതേപോലെ അധ്യാപകനായിട്ട് ഇതുപോലൊരു ചോദ്യം തയ്യാറാക്കാനുള്ള അവസരം ഉണ്ടായതെങ്കിൽ ഇതേ ചോദ്യം ആവർത്തിക്കുമായിരുന്നോ? ഏതായാലും ഞാൻ ഈ ചോദ്യം എടുത്തില്ല. അതായത് ഒരു പാഠമാണല്ലോ. നമ്മളിങ്ങനെ ഒരു അപകടം പറ്റിയിട്ട് പിന്നെ അപകടത്തിൽ ചെന്ന് ചാടുകയല്ലോ. പക്ഷേ ഇതുപോലെയുള്ള പിന്നെ ഞാൻ അധ്യാപകനായിരുന്നു എങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിക്ക് തന്നെ ആ വൃത്തി തുടരുമായിരുന്നുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചോദ്യത്തിൻ്റെ കാര്യം പോട്ടെ, അത് ഇനി പ്രസക്തമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അധ്യാപക വൃത്തി ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ മനസ്സ് പറഞ്ഞ വഴിക്കാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്, ജോലി ചെയ്തിരുന്നത്. അത് വളരെ ആസ്വദിച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഏത് ജോലി ഇപ്പോൾ ഇനി അധ്യാപകനാവുകയാണെങ്കിൽ, ഇപ്പോഴും അധ്യാപക വൃത്തിയിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന രീതിയിൽ ആരെയും ഭയക്കാതെ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. അപ്പം സാഹിത്യ അധ്യാപകനായാൽ ആ നില നിന്നുകൊണ്ട് ആരെയും ഭയക്കാതെ തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള ബ്ലാക്ക് ഹ്യൂമർ യൂസ് ചെയ്യുമായിരുന്നു. ഒന്നാമത് തന്നെ നമ്മൾ ഹാസ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടപ്പിറപ്പാണ്. അത് എൻ്റെ പിന്നെ ക്ലാസ്സിലും ഒക്കെ ഞാൻ സന്ദർഭാനുസരണം പലപ്പോഴൊക്കെ പറയും. കുട്ടികളൊക്കെ അത് ആസ്വദിച്ച് ചില തമാശകളൊക്കെ വീണ്ടും വീണ്ടും ഓർത്തിരുന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് പിന്നെ പലപ്പോഴും ഗൗരവ പ്രകൃതക്കാരനാണ്. പക്ഷെ തമാശ പറയുന്ന ആൾ ചിരിക്കാൻ പാടില്ലല്ലോ, ഗൗരവത്തിൽ വേണമല്ലോ പറയാൻ എന്ന് വിചാരിച്ച് നമ്മളൊരു കോമാളിയൊന്നുമല്ല. നമ്മൾ കാര്യങ്ങളെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണുന്ന ആൾ തന്നെയാണ്. ഏത് ജോലിയാണേലും അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിനതൊരു കള്ളത്തരമില്ല. അതുകൊണ്ട് ഞാൻ ഏത് ഇൻ്റർവ്യൂവിൽ എന്ത് പറഞ്ഞാലും അത് തന്നെയാണ് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളതല്ല, മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അല്പം കൂടി നമ്മളിങ്ങനെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ട് കുറച്ചുകൂടെ വളരുമ്പോൾ അല്ലെങ്കിൽ വികസിക്കുമ്പോൾ പുതിയതൊക്കെ വരുന്നേ ഉള്ളൂ. പുതിയ ചില കാര്യങ്ങളൊക്കെ, പുതിയ ചില ഉപമകളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ പുതിയ കണ്ടെത്തലോ ഒക്കെ ഉണ്ടാവും. എനിക്ക് വളരെ പിന്നെ എനിക്ക് തന്നെ വളരെ രസകരമായി തോന്നിയ എൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, പുതിയല്ല, ഞാൻ ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ SNS വേണ്ടിയിട്ട് ചെയ്തതാണ് പത്തനംതിട്ടയിൽ. അതായത് ബുദ്ധനുണ്ടായ ജ്ഞാനോദയം ഉണ്ടല്ലോ, അതെന്താണെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ബുദ്ധനുണ്ടായ ജ്ഞാനോദയം എന്ന് പറയുന്നത് ഈശ്വരനില്ല എന്നുള്ളൊരു ബോധ്യമാണ്. ബുദ്ധൻ അതിനുശേഷം ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ അത് പറഞ്ഞാൽ ബുദ്ധമത വിശ്വാസികൾ അന്നില്ലല്ലോ. ബുദ്ധനെ എല്ലാവരും തള്ളിക്കളയും ചിലപ്പം കൊന്നുകളയും ചെയ്യും. ശ്രീനാരായണ ഗുരു പോലും പിന്നെ പറയാതെ പറഞ്ഞത് നിരീശ്വരത്വമാണെന്നാണ് എൻ്റെ മതം. അദ്വൈതം എന്ന് പറയുന്നത്
അതും ഈശ്വരനില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ലായ്മയാണ്. ആ പദം, ആ സങ്കല്പം എടുത്ത് കളയാൻ പറ്റിയല്ല. ഈശ്വരൻ ഞാനാണ്. ഇപ്പം എനിക്ക് തന്നെ തോന്നുവാണ് ഈശ്വരൻ ഞാനാണ്. എന്നോട് ചോദിക്കുന്ന ആരാണ് ഈശ്വരൻ എന്ന് ചോദിക്കുമ്പോൾ അത് നീയാണ്, തത്വമസി എന്ന് പറയും. അതായത് ഞാൻ ഈശ്വരനാണ്, നീ ഈശ്വരനാണ്, എല്ലാ ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. പ്രപഞ്ചം എന്ന് പറയുന്നതാണ് ഈശ്വരൻ. പരമാത്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്തയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്ന് പറയുന്നത് നിരീശ്വരത്വം തന്നെയാണ്. പക്ഷേ ഈശ്വരൻ എന്നുള്ള വാക്ക് കളയാൻ പറ്റിയല്ല. അതുകൊണ്ട് മാത്രമാണ് തത്വചിന്തയും ജ്ഞാനോദയവും എന്ന പേരിൽ ഒരു പ്രസൻറ്റേഷൻ യൂട്യൂബിൽ കിടപ്പുണ്ട് എൻ്റെ. അത് സാധാരണക്കാർക്ക് തന്നെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് 10-15 മറ്റോ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ കണ്ടിട്ടുള്ള ചില അഭ്യസ്ത വിദ്യരായിട്ടുള്ള എഞ്ചിനീയർമാരും അങ്ങനെയൊക്കെയുള്ള ബൗദ്ധികമായിട്ട് അല്പം ഉയർന്നവർ എന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തും നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ആസ്വദിച്ച് ചെയ്യുക. ഇപ്പം പാചകമാണ്, ഞാനാണ് ഇവിടെ കൈയില്ലെങ്കിലും കൈക്കൊക്കെ പരിക്കുണ്ടെങ്കിലും ഈ പറമ്പിലെ തൂമ പിടിച്ചുള്ള പണികളും അങ്ങനെ വാക്കത്തി പിടിച്ചുള്ള പണികളും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. പാചകം ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട്, ഒരു മീൻകറി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉടനെ വെക്കും. അങ്ങനെ എനിക്ക് വേണമെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കാൻ ഉള്ള സാമ്പത്തികാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതല്ല ഇഷ്ടം. ഞാൻ ചെയ്യുന്നതിൽ നിന്നും ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നതിലും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, കഴിക്കുന്നതിൽ മാത്രമല്ല. അപ്പം ജീവിതത്തെ എങ്ങനെ ഒരു ആസ്വാദ്യതയോടെ ഏത് മേഖലയിലായാലും നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ദൈവത്തിൻ്റെ പിന്നാലെ പോയി ഇങ്ങനെ ശരണപ്പെട്ട് അങ്ങനെ ഒരു മനോരോഗിയെ പോലെ ഇങ്ങനെ ഭയങ്കര വിശ്വാസികളും ഭയങ്കരമായിട്ട് അതിന് പുറകെ നടക്കുന്നവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ ഒരു മ്ലാനതയുണ്ട്, അവരുടെ മുഖത്ത് ഒരു തെളിച്ചില്ലായ്മയുണ്ട്. ഒരുതരം ഇങ്ങനെ ഒരു വിഷാദ രോഗികളെ പോലെയാണ് പലരും. ഭയങ്കര ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിശ്വാസത്തിൻ്റെ പിന്നെ കാര്യക്കാരുടെ മുഖം കണ്ടറിയാം. അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അവരുടെ മനസ്സ് ആ രോഗം അവരുടെ മുഖത്ത് തെളിയും. ഒരു നിഴല് പോലെ, വിഷാദം പോലെ മൂർച്ഛിച്ചിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ ഇങ്ങനെ സന്തോഷിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവരുടെ മുഖം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കാണാം അവരുടെ ആ രോഗത്തിൻ്റെ ഒരു നിഴൽ അവരുടെ പിന്നെ മുഖത്ത് ഉണ്ടാവും. അതേസമയം ഈശ്വരനിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുള്ള ഒരാളുടെ മുഖത്ത് അങ്ങനത്തെ ഒരു വളരെ പ്ലസന്റ് ആയിരിക്കും. അപ്പം ഇനിയും ജീവിതം ഒരുപാട് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്. താങ്ക് യു സോ മച്ച് മാഷെ.